ഹലോ ഹായ് സുഖമല്ലേ എല്ലാവർക്കും. ഞാൻ പൊതുവേ എൻ്റെ വീഡിയോയിലൊക്കെ നിങ്ങൾ വേറൊരാളെയും കൂടി കാണാറുണ്ട്. അത് കാണാറുണ്ടാവും, നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. അത് അമോൾ എന്നാണ് ഞാൻ വിളിക്കുക. എൻ്റെ ഹസ്ബൻഡാണ്. പുള്ളിക്കാരൻ ഒരു ഫ്രഞ്ച് സിറ്റിസണാണ്. അത് ഫ്രഞ്ചിൽ പ്രണയം അല്ലെങ്കിൽ ലവ് എന്നൊക്കെയാണ് അമോൾ എന്നുള്ളതിന് അർത്ഥം. അപ്പോൾ ഇന്ന് പുള്ളി വർക്കിന് പോയേക്കും. ഞാൻ പൊതുവേ അങ്ങനെ ഒറ്റയ്ക്ക് നടക്കാറില്ല. ഞാൻ ലോൺലിനെസ് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു അപ്പോൾ എനിക്ക് അമോറില്ലാത്ത കാരണം ഒറ്റയ്ക്ക് നടക്കാനൊരു മൂഡില്ല. പക്ഷെ എന്തായാലും ഒന്ന് പുറത്തിറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്നതിൻ്റെ ഇതൊരു ഐലൻഡാണല്ലോ. എവിടെ തിരിഞ്ഞാലും വെള്ളവും ബീച്ചും ഉണ്ട്. അപ്പോൾ നമ്മൾ താമസിക്കുന്നത് തൊട്ടടുത്ത്, അതായത് ഒരു 10 മിനിറ്റ് ഞങ്ങളുടെ നിയറസ്റ്റ് ബീച്ച്. നമ്മളെപ്പോഴും രാവിലെ വാക്കിങ്ങിന് പോകാൻ, വെറുതെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ പോകുന്ന ബീച്ചാണിത്. ഡിക്കാർഡ് ബേ എന്നാണ് ഈ ബീച്ചിൻ്റെ പേര്. അപ്പോൾ ഞാൻ അങ്ങോട്ടൊന്ന് വെറുതെ നടന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ ബീച്ച് ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു. ഈ ബീച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ടു സൈഡാണ്. ഞാൻ ചെന്ന സമയത്ത് ഇതേ കണ്ടത് നിറയെ സീകളുണ്ടായിരുന്നു. ഞാൻ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ലോ ടൈഡ് താഴോട്ട്, ഹൈ ടൈഡ് വന്നിട്ട് താഴോട്ട് ഇറങ്ങി പോവാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഈ ബീച്ചിൻ്റെ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന സൈഡ് സാൻഡിയാണ്, ഒരു ഇച്ചിരി സാൻഡി ബീച്ചാണ്. എനിക്ക് തോന്നുന്നുണ്ട് സാർക്കിൽ ഒരേ ഒരു സാൻഡി ബീച്ച് ഇതാണെന്ന് തോന്നണം. അപ്പോൾ നിങ്ങൾ ആ കല്ലൊന്ന് ശ്രദ്ധിച്ചു വെച്ചോട്ടോ. ഞാൻ വിചാരിച്ചത് ലോ ടൈഡ് താഴോട്ട് ഇറങ്ങി പോവാണെന്നാണ്. അപ്പം ഇങ്ങനെ ഈ ബീച്ചിൻ്റെ ലെഫ്റ്റ് സൈഡിൽ സാൻഡി ആണെങ്കിലും റൈറ്റ് സൈഡിൽ ഇത് ഈ ഒരു ആർച്ച് ഉണ്ടോ, ഇതൊക്കെ ഹൈറ്റ് ആയിട്ടുള്ള ഫുള്ള് വെള്ളമാവും കേട്ടോ. നമുക്ക് ആ ഒരു റൈറ്റ് സൈഡ് ആക്സസ് ചെയ്യാനേ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഈ റൈറ്റ് സൈഡിലൂടെ ഈ ആർച്ചിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഉള്ളിലൂടെ ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഒരു കുറച്ച് റോക്കി പെബിൾ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് റോക്കി ബീച്ചാണ്. ലോ ടൈഡ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഒരു 1 കിലോമീറ്ററോളം നടക്കാനുള്ള ദൂരമുണ്ട്. ദേ ആ കാണുന്ന റോക്കി സൈഡ് മൊത്തം നമുക്ക് അങ്ങ് അറ്റം വരെ നടക്കാം. ഭയങ്കര ഒരു ഏലിയനേറ്റഡ് ആയിട്ടുള്ള പ്ലേസ് പോലെ തോന്നും. ഇവിടെയൊക്കെ വെള്ളമാവും ഹൈ ടൈഡിൽ, അതുകൊണ്ട് ലോ ടൈഡിൽ മാത്രമേ നമുക്കിവിടെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇങ്ങോട്ടൊരു ഇതുണ്ട്. ഞാൻ ആരും ഇല്ല കേട്ടോ ബീച്ചിൽ. നമ്മളിവിടുത്തെ എല്ലാ ബീച്ചിലും അധികം ആരും ഉണ്ടാവില്ല. നമുക്ക് ലോ ടൈഡ് ആണെങ്കിൽ ഇതേ ഇതിലൂടെ അങ്ങോട്ട് റൈറ്റ് സൈഡിലോട്ട് പോവാം. ഞാൻ വന്നിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഹൈ ടൈഡ് വന്നോളൂ, മഴയും പെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ശരി പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചു. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ബി കൈൻഡ് ടു വൺ അനദർ. സീ യു അഗെയിൻ.